ഭൂമിയുടെ ആഴങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന എണ്ണ അഥവാ പെട്രോളിയം ആധുനിക ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകളിൽ ഒന്നാണ്. വ്യവസായങ്ങൾ, ഗതാഗതം, വൈദ്യുതി ഉൽപ്പാദനം, സൈനിക സംവിധാനങ്ങൾ തുടങ്ങി മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും എണ്ണ നേരിട്ട് സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ വൻതോതിൽ എണ്ണശേഖരമുള്ള രാജ്യങ്ങൾ സാമ്പത്തികമായി ശക്തരാകുന്നതും ആഗോള രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനങ്ങൾ കൈവശം വയ്ക്കുന്നതും സ്വാഭാവികമാണ്. എന്നാൽ ഒരു എണ്ണശേഖരം എങ്ങനെ ഒരു രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു എന്നത് വിശദമായി നോക്കാം. ഞാൻ ഗ്രീഷ്മ. എണ്ണ ഉൽപാദനവും കയറ്റുമതിയും ഒരു രാജ്യത്തിന് നേരിട്ടുള്ള വരുമാന മാർഗമാണ്. ആഭ്യന്തര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച ശേഷമുള്ള എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കുമ്പോൾ വലിയ തോതിലുള്ള വിദേശ നാണ്യ വരുമാനം രാജ്യത്തിന് ലഭിക്കുന്നു. എണ്ണ വില ഉയർന്നാൽ സർക്കാരിന്റെ വരുമാനവും ആനുപാതികമായി വർദ്ധിക്കും. സൗദി അറേബ്യ, UAE, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തന്നെ എണ്ണ കയറ്റുമതിയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. എണ്ണ മേഖലയുമായി ബന്ധപ്പെട്ട നികുതികളും ഫീസുകളും സർക്കാർ ഖജനാവിലേക്ക് വലിയ വരുമാനം എത്തിക്കുന്നു. എണ്ണ കമ്പനികൾ നൽകുന്ന റോയൽറ്റി, കോർപ്പറേറ്റ് നികുതി, ലൈസൻസ് ഫീസ് എന്നിവയിലൂടെ സർക്കാരുകൾക്ക് സ്ഥിരമായ ധനസ്രോതസ് ലഭിക്കുന്നു. ഈ വരുമാനം ഉപയോഗിച്ചാണ് റോഡുകൾ, പാലങ്ങൾ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതും. ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിലേക്കുള്ള നിക്ഷേപങ്ങളും ഇതുവഴി സാധ്യമാകുന്നു. എണ്ണ വ്യവസായം നേരിട്ടും പരോക്ഷമായും വലിയ തോതിൽ തൊഴിൽ സൃഷ്ടിക്കുന്നു. ഖനനം, റിഫൈനറികൾ, പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ, ഗതാഗതം എന്നിവയിൽ ആയിരക്കണക്കിന് പേർക്ക് ജോലി ലഭിക്കുന്നു. ഇതോടൊപ്പം എഞ്ചിനീയറിംഗ്, സുരക്ഷ, ബാങ്കിംഗ്, ഇൻഷുറൻസ് സേവന മേഖലകൾ പോലുള്ള അനുബന്ധ വ്യവസായങ്ങളും വളരുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളുടെ വരുമാനം കൂട്ടുകയും ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. എണ്ണ ലഭ്യത വ്യവസായ വികസനത്തിനും വലിയ ഉത്തേജനമാണ്. പെട്രോ കെമിക്കൽ വ്യവസായങ്ങൾ, പ്ലാസ്റ്റിക് നിർമ്മാണം, രാസവസ്തു ഉൽപാദനം, വളനിർമ്മാണം തുടങ്ങിയ മേഖലകൾ എണ്ണയെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. അസംസ്കൃത എണ്ണയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കയറ്റുമതി ചെയ്യുമ്പോൾ കൂടുതൽ സമ്പത്ത് സൃഷ്ടിക്കാൻ ആകും. ഇതിലൂടെ രാജ്യത്തിന്റെ വ്യവസായ വൈവിധ്യവും വർദ്ധിക്കുന്നു. സ്വന്തമായി എണ്ണ ലഭ്യമാകുന്നത് ഒരു രാജ്യത്തിന് ഊർജ്ജ സുരക്ഷയും നൽകുന്നു. ഇറക്കുമതി എണ്ണയിൽ പൂർണ്ണമായി ആശ്രയിക്കേണ്ട സാഹചര്യം കുറയുമ്പോൾ വിലക്കയറ്റം നിയന്ത്രിക്കാനും സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും സാധിക്കും. സ്ഥിരമായ ഊർജ്ജ ലഭ്യത വ്യവസായ വളർച്ചയ്ക്ക് അനിവാര്യമായ ഘടകമാണ്. അത് സമ്പദ് വ്യവസ്ഥയെ ദീർഘകാലമായി ശക്തിപ്പെടുത്തുന്നു. എണ്ണ ശേഖരമുള്ള രാജ്യങ്ങളിലേക്ക് വിദേശ നിക്ഷേപം കൂടുതലായി ഒഴുകുന്നു. ബഹുരാഷ്ട്ര എണ്ണ കമ്പനികളും സാങ്കേതിക നിക്ഷേപകരും ഈ രാജ്യങ്ങളിൽ നിക്ഷേപം നടത്തുന്നത് മൂലധന ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നു. ഇതിലൂടെ പുതിയ സാങ്കേതിക വിദ്യകളും മാനേജ്മെന്റ് രീതികളും രാജ്യത്തിനുള്ളിൽ എത്തുന്നു. ഇത് സമ്പത്ത് വർധനവിന് സഹായകരമാണ്. എണ്ണ സമ്പത്ത് രാജ്യങ്ങൾക്ക് ആഗോള രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം നൽകുന്ന ഘടകമാണ്. ഊർജ്ജ വിതരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര ചർച്ചകളിൽ കൂടുതൽ വാക്കുകൾ ഉണ്ടാകും. ഈ രാഷ്ട്രീയ ശക്തി പലപ്പോഴും വ്യാപാര കരാറുകൾ, നിക്ഷേപ അവസരങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ തുടങ്ങിയ രൂപങ്ങളിൽ സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് മാറുന്നു. പല എണ്ണ സമ്പന്ന രാജ്യങ്ങളും അവരുടെ വരുമാനം സോവറിൻ വെൽത്ത് ഫണ്ടുകളിലൂടെ ഭാവിയിലേക്ക് മാറ്റി നിക്ഷേപിക്കുന്നു. എണ്ണ തീർന്നാലും രാജ്യത്തിന്റെ സമ്പത്ത് നിലനിർത്താൻ ഇതുവഴി സാധിക്കും. നോർവേ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. എന്നിരുന്നാലും എണ്ണ ശേഖരം സ്വതവേ സമ്പത്തുറപ്പിക്കുന്ന ഒന്നല്ല. തെറ്റായ ഭരണവും അഴിമതിയും സാമ്പത്തിക വൈവിധ്യക്കുറവും ഉണ്ടായാൽ എണ്ണ റിസോഴ്സ് കേഴ്സ് എന്നറിയപ്പെടുന്ന ശാപമായി മാറാം. വെനസ്വേലയിലെ സാമ്പത്തിക പ്രതിസന്ധി ഇതിന് ഉദാഹരണമാണ്. എണ്ണ ശേഖരം ശരിയായ ദർശനത്തോടെ ഉപയോഗിക്കുമ്പോൾ അതൊരു രാജ്യത്തിന്റെ സമ്പന്നവും ശക്തവുമാക്കാൻ കഴിയും. സുതാര്യമായ ഭരണവും ദീർഘകാല നയങ്ങളും സാമ്പത്തിക വൈവിധ്യവൽക്കരണവും ഉണ്ടായാൽ മാത്രമേ എണ്ണ സമ്പത്ത് യഥാർത്ഥ സമ്പത്ത് വർധനവിലേക്ക് മാറുകയുള്ളൂ. ഭൂമിയുടെ ആഴങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന പെട്രോളിയം അഥവാ കറുത്ത സ്വർണം ഇന്നും ലോക സമ്പദ് വ്യവസ്ഥയുടെ ചക്രം തിരിക്കുന്ന പ്രധാന ഊർജ്ജ സ്രോതസ്സാണ്. വ്യവസായങ്ങൾ മുതൽ ഗതാഗതം വരെ, സൈനിക ശക്തിയിൽ നിന്ന് അന്താരാഷ്ട്ര നയതന്ത്രം വരെ എണ്ണയ്ക്കുള്ള സ്വാധീനം അത്യന്തം വലുതാണ്. അതുകൊണ്ട് തന്നെ വൻതോതിൽ എണ്ണ ശേഖരമുള്ള രാജ്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനമാണ് കൈവശം വെക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ തെളിയിക്കപ്പെട്ട എണ്ണ ശേഖരമുള്ള ടോപ്പ് 10 രാജ്യങ്ങളെ പരിചയപ്പെടാം. 1. വെനസ്വേല. ലോകത്തിലെ ഏറ്റവും വലിയ തെളിയിക്കപ്പെട്ട എണ്ണ ശേഖരമുള്ള രാജ്യം വെനസ്വേലയാണ്. ഏകദേശം 303 ബില്യൺ ബാരൽ എണ്ണ ശേഖരമാണ് ഇവിടെ കണക്കാക്കുന്നത്. ഒറിനോക്കോ ബെൽറ്റ് പ്രദേശത്തെ അധിക ഭാരമുള്ള ക്രൂഡ് ഓയിൽ വേർതിരിച്ചെടുക്കുന്നത് ചെലവേറിയതും സാങ്കേതികമായി ബുദ്ധിമുട്ടുള്ളതുമാണ്. അമേരിക്കൻ ഉപരോധങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം ഉൽപാദനം പരിമിതമാണ്. 2. സൗദി അറേബ്യ.
ഏകദേശം 267 മുതൽ 269 ബില്യൺ ബാരൽ എണ്ണ ശേഖരമുള്ള സൗദി ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നാണ്. ഒപെക് സംഘടനയുടെ പ്രധാനിയായ ഈ രാജ്യം ഉയർന്ന ഗുണനിലവാരമുള്ള ലൈറ്റ് ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രശസ്തമാണ്. 3. ഇറാൻ. 209 ബില്യൺ ബാരൽ എണ്ണ ശേഖരമുള്ള ഇറാൻ മിഡിൽ ഈസ്റ്റിലെ പ്രധാന ഊർജ്ജ ശക്തിയാണ്. മികച്ച ഗുണനിലവാരമുള്ള എണ്ണയുണ്ടായിട്ടും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം രാജ്യത്തിന് തന്റെ പൂർണ്ണ ഉൽപാദന ശേഷി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. 4. കാനഡ. കാനഡയുടെ എണ്ണ സമ്പത്ത് പ്രധാനമായും അൽബർട്ടയിലെ ഓയിൽ സ്റ്റാൻഡ്സിലാണ്. ഏകദേശം 163 മുതൽ 170 ബില്യൺ ബാരൽ ശേഖരമുള്ള കാനഡ അമേരിക്കയുടെ ഏറ്റവും വിശ്വസനീയമായ എണ്ണ വിതരണക്കാരിൽ ഒന്നാണ്. എന്നാൽ എണ്ണ മണലുകളിൽ നിന്ന് ഉൽപാദനം പരിസ്ഥിതി ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. 5. ഇറാഖ്. 145 ബില്യൺ ബാരൽ എണ്ണ ശേഖരമുള്ള ഇറാഖ് വൻ സാധ്യതകളുള്ള രാജ്യമാണെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും എണ്ണ മേഖലയിലെ വളർച്ചയെ ബാധിക്കുന്നു. 6. കുവൈറ്റ്. കുവൈറ്റിൽ ഏകദേശം 101 ബില്യൺ ബാരൽ എണ്ണ ശേഖരമുണ്ട്. ചെറിയ ഭൂപ്രദേശമായിട്ടും ലോകത്തിലെ പ്രധാന എണ്ണ കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നാണ് കുവൈറ്റ്. 7. UAE. 97 മുതൽ 111 ബില്യൺ ബാരൽ എണ്ണ ശേഖരമുള്ള UAE സ്ഥിരതയുള്ള ഉൽപാദനവും ആധുനിക എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളും കൊണ്ട് ശ്രദ്ധേയമാണ്. അബുദാബിയാണ് എണ്ണ ഉൽപാദനത്തിന്റെ കേന്ദ്രം. 8. റഷ്യ. റഷ്യയുടെ തെളിയിക്കപ്പെട്ട എണ്ണ ശേഖരം 80 മുതൽ 107 ബില്യൺ ബാരൽ വരെയാണ്. പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ റഷ്യ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും എണ്ണ കയറ്റുമതി വർദ്ധിപ്പിച്ച് പുതിയ വിപണികൾ സൃഷ്ടിക്കുന്നു. 9. ലിബിയ. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരങ്ങളിൽ ഒന്നാണ് ലിബിയയ്ക്കുള്ളത്. ഏകദേശം 48 ബില്യൺ ബാരൽ. എന്നാൽ ആഭ്യന്തര കലാപങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും ഉൽപാദനത്തെ സ്ഥിരതയില്ലാതാക്കി. 10. അമേരിക്ക. അമേരിക്കയുടെ തെളിയിക്കപ്പെട്ട പരമ്പരാഗത എണ്ണ ശേഖരം 45 മുതൽ 69 ബില്യൺ ബാരൽ മാത്രമായിട്ടും ഷെയ്ൻ ഓയിൽ വിപ്ലവം രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരിൽ ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഷെയ്ൻ എണ്ണ വേഗത്തിൽ കുറഞ്ഞു പോകുന്നത് ആശങ്ക നിലനിർത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള ഈ രാജ്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തിക ശക്തിയുടെയും കേന്ദ്രങ്ങളാണ്. ചില രാജ്യങ്ങൾക്ക് എണ്ണ അനുഗ്രഹമായപ്പോൾ മറ്റു ചിലർക്കത് രാഷ്ട്രീയ അസ്ഥിരതയുടെയും വിദേശ ഇടപെടലുകളും ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഊർജ്ജമാറ്റത്തിന്റെയും പുതുക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെയും കാലഘട്ടത്തിലേക്ക് ലോകം നീങ്ങുമ്പോഴും ഇന്നും ലോകത്തിന്റെ ഇന്ധന ചക്രം തിരിയുന്നത് ഈ രാജ്യങ്ങളുടെ എണ്ണക്കുഴികളിൽ നിന്നാണ്.